ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് റിനി. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വരുന്നു. ഞാനൊരു നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യണേ. ഞാൻ ജൂബിലി മിഷനിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ഇപ്പോൾ റിസൈൻ ചെയ്തു. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാൻ വേണ്ടിയിട്ടായിരുന്നു. എനിക്ക് ഒമാൻ മിനിസ്ട്രിയുടെ ഒരു ഇൻ്റർവ്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു മെയ് മാസം. അത് കഴിഞ്ഞ് ഏജൻസിക്കാർ പറഞ്ഞത് അത് കഴിഞ്ഞ് ഉടനെ തന്നെ പോകാമായിരുന്നു എന്നാണ്. പക്ഷേ വീണ്ടും അപ്ഡേഷൻ മിനിസ്ട്രിയിൽ നിന്ന് വന്നു, എക്സാം എഴുതിയിട്ടേ പോകാൻ പറ്റുള്ളൂ എന്നുള്ളത്. അങ്ങനെ ഞാൻ 2 പ്രാവശ്യം എക്സാം എഴുതി. എന്നിട്ടത് വളരെ വിജയകരമായിട്ട് തോറ്റുപോയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി പറഞ്ഞിട്ട് കൃപാസന മാതാവിന് ഓൺലൈനിൽ ഉടമ്പടി ഡിസംബർ 12 എടുത്തു. അതിന് ശേഷം വീണ്ടും ഞാനൊരു എക്സാം എഴുതി. അപ്പം ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഉടമ്പടി എടുത്താൽ അപ്പം തന്നെ ജയിക്കുന്നൊക്കെയായിരുന്നു എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ പിന്നത്തെ പ്രാവശ്യം എക്സാം എഴുതിയപ്പോഴും ഞാൻ 1 മാർക്കിന് തോറ്റുപോയി. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അത് ജനുവരി 2 ആയിരുന്നു എക്സാം നടന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി. കാരണം മാതാവിനെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് കിട്ടിയില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഇങ്ങനെ എന്താ പറയുക ഭയങ്കര വിഷമത്തിലിരിക്കുന്ന സമയത്ത് ജനുവരി 3 അച്ഛൻ്റെ 5:30 ടോക്കിൽ എനിക്ക് ഹോസിയ എഴുതിയ ഒരു 11-ാം അധ്യായം 7-ാം വാക്യം, അതായത് എൻ്റെ ജനത എന്നിൽ നിന്ന് അകലാൻ തിടക്കം കൂട്ടുന്നു, പക്ഷെ ഞാൻ അവർക്കൊരു നുഖമിടുന്നു, അത് നല്ലതിനായിരിക്കും. അങ്ങനൊരു വചനം ഇവിടെ അച്ഛൻ നമ്മുടെ ഈ 5:30 ഡെയിലി ബ്രെഡിൽ പറയാൻ കേട്ടു. അതെന്നെ ഭയങ്കരമായിട്ട് അറ്റാച്ച് ചെയ്തു. അതിന് ശേഷം എന്താ പറയുക, മാതാവിനോട് അമ്മേ മാതാവ് എനിക്ക് ദൈവത്തിൻ്റെ ഇതിൽ, അതായത് ദൈവഹിതം അനുസരിച്ചിട്ട് എനിക്ക് പോകാൻ പറ്റുന്നതാണെങ്കിൽ എനിക്കിത് നടത്തി തരാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് 1 വർഷത്തിൽ 3 പ്രാവശ്യം ഈ എക്സാം എഴുതാൻ പറ്റുള്ളൂ. പിന്നെ ഒരു ചാൻസ് എനിക്കില്ല ശരിക്കും. അപ്പോൾ എന്താ പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നിട്ട് ഏജൻസിക്കാരോട് ഇങ്ങനെ പറഞ്ഞു, ഇനിയൊരു ചാൻസ് എനിക്ക് കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഞാൻ മുട്ടിപ്പായിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉടമ്പടി ഓൺലൈനിലാണ് എടുത്തേക്കണത്. ഞാൻ എല്ലാ ദിവസവും 5:30 ഡെയിലി ബ്രെഡ് അച്ഛൻ്റെ കാണും. പിന്നെ ചൊവ്വാഴ്ച ദിവസങ്ങൾ ആരാധന അതൊക്കെ കാണാറുണ്ട്. പിന്നെ അപ്പോൾ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും അവർ മിനിസ്ട്രിക്ക് ഒരു റിക്വസ്റ്റ് വിട്ടു, ഈ കാൻഡിഡേറ്റിന് വീണ്ടും എക്സാം എഴുതാനായിട്ട് സാധിക്കുമെന്നുള്ളത്. 2 ദിവസം വെയിറ്റ് ചെയ്തു, റിപ്ലൈ ഒന്നും വരുന്നില്ല. വീണ്ടും ഞാൻ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് അങ്ങയുടെ ഹിതം അനുസരിച്ചിട്ട്, എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഹിതം അനുസരിച്ചിട്ട് എനിക്കത് സാധിച്ചു തരാൻ പറ്റുവാണെങ്കിൽ തരാൻ പറഞ്ഞു. കാരണം മിനിസ്ട്രിയാണ്, ഫാമിലി വിസയുണ്ട്, അത്യാവശ്യം നല്ല സാലറി ഉണ്ട്, പോകാൻ പറ്റുന്നതാണെങ്കിൽ എനിക്ക് സാധിച്ചു തരാൻ പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് മെയിൽ വന്നു. വീണ്ടും എനിക്ക് 4ാമതൊരു എക്സാം എഴുതാനായിട്ട്, 3 പ്രാവശ്യം എക്സാം എഴുതാൻ പറ്റുള്ളൂ, 4ാമതൊരു എക്സാം എഴുതാനായിട്ട് വീണ്ടും എനിക്ക് പെർമിഷൻ കിട്ടി. അങ്ങനെ ഞാൻ വീണ്ടും ഡേറ്റ് എടുത്തു. മാതാവിനോട് ചോദിച്ചു, ഫെബ്രുവരി 10 ഡേറ്റ് എടുത്തു. അങ്ങനെ ഞാൻ ഇവിടെ ചേർത്തലയിൽ സെൻറ്റ് ആൻഡ്രീസ് എന്ന് പറയും, അവിടെ വന്നിട്ട് ഒരു 7 ദിവസം കോഴ്സിന് ചേർന്നു. അവിടെ നിന്ന് പഠിച്ച് 6ാമത്തെ ദിവസം എനിക്ക് വീണ്ടും ഇവിടെ ചേർത്തലയിൽ ഇവിടെ അടുത്ത് വന്നിട്ട് മാതാവിൻ്റെ അടുത്ത് വന്നില്ലെങ്കിൽ ഭയങ്കര സങ്കടം. മീൻസ് ഇതിൻ്റെ ഇടയ്ക്ക് ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് ഇറങ്ങി പോരാനും പറ്റില്ല. പിന്നെ ചെന്നൈയിലാണ് എക്സാം, 10 എക്സാം. അപ്പോൾ എങ്ങനെയാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരണ്ടേന്നുള്ളത് വഴി അറിയില്ല. അവിടെ നിന്ന് നേരെ ഓട്ടോ വിളിച്ചിട്ട് വേണം ഇങ്ങോട്ട് വരാനായിട്ട്. അങ്ങനെ അവിടെ നിന്ന് ഞാൻ 9 ഉച്ച കഴിഞ്ഞ് അവിടുത്തെ സാറിനോട് പറഞ്ഞിട്ട് ഞാൻ നേരെ അവിടെ നിന്ന് ഓട്ടോ വിളിച്ച് ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഓട്ടോയ്ക്ക് ആണെങ്കിൽ ചോദിച്ചു നോക്കിയപ്പോൾ 500 രൂപയാണ്. അപ്പോൾ അത് ഭയങ്കര സങ്കടമായി, കാരണം അത്രയും പൈസ വരുമല്ലോ എന്നുള്ള. എന്നാലും എന്തായാലും മാതാവിനെ കണ്ടിട്ട് ഞാൻ പോവുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് വന്നു. കാരണം എനിക്ക് ഇവിടുന്ന് ഉടമ്പടി എടുക്കാനോ അച്ഛനെ കാണാനോ പറ്റില്ല എന്ന് എന്നോട് മറ്റുള്ളവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ അച്ഛൻ അവിടെ പ്രാർത്ഥിക്കുന്ന അച്ഛനുണ്ടാവും, ആ അച്ഛനെ കണ്ടിട്ട് പ്രാർത്ഥിച്ചിട്ട് പോന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ എന്നിട്ട് ഞാനിവിടെ ഒരു 3 മണി സമയത്ത് ഇങ്ങോട്ട് വന്നു. ഓട്ടോറിക്ഷ വെയിറ്റ് ചെയ്യായിരുന്നു. ഇവിടെ വന്ന് ഞാൻ പാസ്പോർട്ടും വിസ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ എക്സാം തോറ്റ കാരണം കൊണ്ട് പോകാൻ പറ്റിയില്ല. എന്നിട്ട് ഇവിടെ വന്ന് അച്ഛനായിട്ട് പ്രാർത്ഥിച്ച് ഞാൻ ഇവിടുന്ന് എനിക്ക് കുറച്ച് ഈ കൊന്തയും കുറച്ച് കൊന്തകളും പിന്നെ തേനും മേടിച്ചിട്ട് ഞാൻ ഓട്ടോറിക്ഷയിൽ കയറി നേരെ സ്റ്റാൻഡിൽ പോയി. കാരണം എനിക്ക് ഈവനിങ് എറണാകുളത്തുനിന്ന് ചെന്നൈക്കുള്ള ബസ് ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് പോകുമ്പോൾ കൃപാസന പത്രം ചെന്നൈക്കല്ല പോണേ. അപ്പോൾ തമിഴിൻ്റെയും മലയാളം 2 കെട്ട് പത്രമൊക്കെ ആയിട്ട് ഞാൻ പോയി. കാരണം 60 മാർക്കാണ് പാസ് മാർക്ക് വേണ്ടത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം 59, 58, 56 ആയിട്ട് തോറ്റുപോയത്. അപ്പോൾ 60 മാർക്ക് മാതാവ് എനിക്ക് എന്തായാലും മേടിച്ചു തരണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് പോയി.
അങ്ങനെ പോണ വഴി ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. എല്ലാവർക്കും സഞ്ചാരി മാതാവ് ഓരോ അത്ഭുതങ്ങൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്, മഴവില്ലും പിന്നെ സ്മെല്ലും ഇതൊക്കെ ആയിട്ട്. അപ്പം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ച് എന്തെങ്കിലും ഒരു അത്ഭുതം എനിക്ക് കാണിച്ചു തായി, എൻ്റെ കൂടെ വരുന്നുണ്ടെന്നുള്ളത്. എന്തായാലും ഞാൻ മാതാവിനെയും കൊണ്ടാണ് പോണേന്ന് എനിക്കറിയാം, എന്നാലും എൻ്റെ കൂടെ വരുന്നുണ്ടെന്നുള്ളൊരു അത്ഭുതം എന്തെങ്കിലും ഒരു ഇത് കാണിച്ചു തരാൻ പറഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ പുൽവിളിയിൽ ഇങ്ങനെ എൻ്റെ പേഴ്സ് നോക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ നോക്കി കഴിഞ്ഞ്, അതായത് പണ്ട് ഒരാഴ്ച മുന്നേ ഞാൻ ഇവിടെ പഠിക്കാൻ വന്നപ്പോൾ ഒരു വയ്യാത്തൊരു മനുഷ്യൻ്റെ നിന്നൊരു ലോട്ടറി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് ലോട്ടറി നോക്ക് കാരണം ഡേറ്റൊക്കെ കഴിഞ്ഞ് പോയി, എന്നാലും ലോട്ടറി നോക്കാൻ പറഞ്ഞു. ലോട്ടറി നോക്കി കഴിഞ്ഞപ്പോൾ ഒരു 500 രൂപ എനിക്ക് എന്തായാലും അടിച്ചിട്ടുണ്ട്. കാരണം ജീവിതത്തിൽ ഇതുവരെ ലോട്ടറി അടിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന ട്രാവലിങ്ങിൻ്റെ ആ പൈസ 500 രൂപ മാതാവ് അതിക്കൂടെ എനിക്ക് തിരിച്ചു തന്നു. പിന്നെ എടുത്തിട്ട് അടിച്ചിട്ടൊന്നുമില്ല കേട്ടോ, അത് മാത്രമേ അടിച്ചിട്ടുള്ളൂ. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് എക്സാം എഴുതാൻ ചെന്നൈയിലേക്ക് പോയി. അവിടെ വെച്ചിട്ട് ഇവിടെ എറണാകുളത്ത് വെച്ചിട്ട് മലയാളം പത്രങ്ങളൊക്കെ കൊടുത്ത് തീർത്തു, തമിഴ്നാട്ടിൽ വെച്ചിട്ട് അതും കൊടുത്ത് തീർത്തു. അപ്പോൾ ഹസ്ബൻഡായിരുന്നു കൂടെ. ഹസ്ബൻഡ് കുറച്ച് ചീത്തയൊക്കെ പറഞ്ഞു, ഞാൻ വരില്ല നിൻ്റെ കൂടെ, പത്രം കൊടുക്കണ കാരണം കൊണ്ട് വരില്ല, നീ മുൻപ് നടന്നോ, ഞാൻ പിന്നെ നടക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൾ എൻ്റെ കൂടെ വന്നത്. എന്നാലും അവിടെ വന്നു. അപ്പം എന്നിട്ട് എക്സാമിന് പോണതിന് മുന്നേ എൻ്റെ കയ്യിൽ തേൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വെഞ്ചരിച്ചത്. മറ്റുള്ള വെഞ്ചരിച്ച ഇതുകളൊന്നും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ തേൻ ഞാൻ കുറച്ച് കുടിച്ചു, ഹസ്ബൻഡിനൊക്കെ കൊടുത്തു. എന്നിട്ട് പ്രാർത്ഥിക്കാൻ പോയി, എക്സാമിന് പോയി കഴിഞ്ഞ് എനിക്ക് ആകെ പാസ്പോർട്ട് മാത്രമേ അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ, ബാക്കിയൊക്കെ ലോക്കറിൽ വെച്ചിട്ട് വേണം കൊണ്ടുപോകാനായിട്ട്. അപ്പം ഞാൻ എൻ്റെ കയ്യിലാകെ തേൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ തേൻ നമ്മുടെ ഈ കൈത്തണ്ടേമേ കുറച്ച് ആക്കിയിട്ട് ഞാൻ അകത്തേക്ക് പോയി. ഫുൾ സ്കാനിങ് ആണ്, കണ്ണാട ഇടക്ക് ഊരിയിട്ട് അവർ സ്കാൻ ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് അകത്തേക്ക് കയറ്റുള്ളൂ. പാസ്പോർട്ട് മാത്രമായിട്ട് അകത്ത് കയറിയത്. അകത്ത് കയറി ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഇത്രയും എൻ്റെ തോറ്റുപോയി, ഇനിയൊരു ചാൻസ് അവരെനിക്ക് തരില്ല, 60 മാർക്കെന്ന് വെച്ചാൽ 60 മാർക്കിൽ എന്നെ ഒന്ന് പാസ്സാക്കി തരണം എന്ന് വെച്ചിട്ടാണ് ഞാൻ പോയത്. എന്നിട്ട് ഈ തേൻ ആകെ ഒരു ഇച്ചിരി ഉണ്ടായിരുന്നുള്ളൂ, അതെടുത്ത് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് കമ്പ്യൂട്ടറിൽ വരച്ചു. എന്നിട്ടാണ് ഞാൻ അത് ഓപ്പണാക്കിയത്. ഓപ്പണാക്കി എല്ലാം കഴിഞ്ഞ് എൻ്റെ 2.5 മണിക്കൂറത്തെ എക്സാമൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് വന്ന് അപ്പോഴും ഞാൻ മാതാവിനോട് പറയുന്നുണ്ട്, മാതാവേ അങ്ങയുടെ ഹിതമനുസരിച്ചിട്ട് ഈശോയെ അങ്ങയുടെ ഹിതമനുസരിച്ച്, ദൈവത്തിൻ്റെ ഹിതമാണെങ്കിൽ മാത്രം എന്നെ പാസ്സാക്കി അല്ലെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. എന്നിട്ട് ഞാൻ കഴിഞ്ഞ റിസൾട്ട് വന്നു. റിസൾട്ട് എനിക്ക് അപ്പം തന്നെ കിട്ടുമായിരുന്നു. റിസൾട്ട് വന്ന് 85% മാർക്കോടെ ഞാൻ പാസ്സായി. അതായത് 60 മാർക്ക് വേണ്ടടുത്ത് എനിക്ക് 85% എനിക്ക് കിട്ടിയത്. അപ്പോൾ അത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് എൻ്റെ ജീവിതത്തിൽ. എന്താ പറയുക, എനിക്ക് ഇപ്പോൾ വിസ വന്നു, ടിക്കറ്റ് വന്നു, മാർച്ച് 9-ാം തീയതി 8:30 എനിക്ക് ഫ്ലൈറ്റാണ്. അപ്പോൾ മാതാവിനെ ഞാൻ എന്തായാലും ഇവിടുന്ന് കൊണ്ടുപോകും. 9-ാം തീയതി ഞാൻ എന്തായാലും മാതാവിനെ കൊണ്ടുപോകും. ഇന്ന് വന്ന് ഉടമ്പടി എടുത്തു. അന്ന് ഓൺലൈനിലായിരുന്നു എടുത്തിരുന്നത്. ഇന്ന് വന്ന് ഉടമ്പടി എടുത്തു. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്തിരുന്നത് ICUലായിരുന്നു. അവിടെ ഒരു പുലർച്ചയ്ക്ക് എനിക്ക് കഴിഞ്ഞ നൈറ്റിന്, ഇപ്പം ഞാൻ റിസൈൻ ചെയ്തു, കഴിഞ്ഞ നൈറ്റിന് ഒരു 2:30 ആയപ്പോൾ ഒരു ചോര ഛർദ്ദിച്ചിട്ട് ഒരു 45 വയസ്സായിട്ടുള്ളൊരു ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. കാരണം 2 ബക്കറ്റ് ചോര ഛർദ്ദിച്ചിട്ടാണ് വന്നത്. വീട്ടിൽ നിന്നേ ചോര ഛർദ്ദിച്ചിട്ടാണ് വന്നേ. ഞങ്ങളുടെ അവിടേക്ക് ട്രോളിയിൽ കൊണ്ടുവരുമ്പോഴും ഒരു ബക്കറ്റ് ചോര ഛർദ്ദിച്ചിട്ടാണ് വന്നേ. അടുത്ത ചോര ബ്ലഡ് പോവുകയാണെങ്കിൽ ആളെന്തായാലും മരിക്കുന്നു ഞങ്ങൾക്ക് ഉറപ്പാണ്. ഞങ്ങൾ കാരണം അതുപോലെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് പേഷ്യൻസ് ഇങ്ങനെ വന്നിട്ട്. സിറോസിസ് ഓഫ് ലിവറാണ് ആളുടെ കണ്ടീഷൻ. അടുത്ത ചോര ഛർദ്ദിക്കുകയാണെങ്കിൽ ആളെന്തായാലും ഡെത്താവും ഞങ്ങൾക്കറിയാം. ആളെ ഞങ്ങൾ ഇറക്കി ട്രോളിയിൽ നിന്ന് ഇറക്കി താഴെ കെടുത്തി. പിറ്റേ ദിവസം വരെ കാത്തു നിൽക്കുകയാണെങ്കിൽ ആൾ മരിക്കാൻ ചാൻസ് കുറവാണ്. അത് ആളുടെ വൈഫിനോട് ഞങ്ങൾ പറഞ്ഞു, ആളോടും പറഞ്ഞു. കാരണം പിറ്റേ ദിവസമാണ് നമുക്ക് കുഴൽ ഇറക്കിയിട്ടുള്ള ഒരു ടെസ്റ്റ് ഉണ്ട്, ആ ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആ പുലർച്ച നേരം ആളെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. അപ്പം ഞാൻ ഈ ജപമാല ആളുടെ കയ്യിൽ കൊടുത്തത്. കാരണം എൻ്റെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ, തിരുസ്വരൂപമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ജപമാലയെ കൊടുത്തിട്ട് ആളോട് ഞാൻ പറഞ്ഞു, ഇത് മുറുകെ പിടിച്ചോ, നിങ്ങൾ ഇത് പിടിച്ചിട്ട് ചോര ഛർദ്ദിച്ചില്ലെങ്കിൽ നിങ്ങൾ രാവിലെ വരെ ചോര ഛർദ്ദിച്ചില്ലെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. എന്നിട്ട് ആളുടെ കുറേ സങ്കടങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ഈ 3 മണി പുലർച്ചെ 4 മണി വരെ ഞാൻ കേട്ട് നിന്നു. ആൾ ഒരു തുള്ളി എന്താ പറയുക, ചോരയല്ല, ഒരു തുള്ളി വെള്ളം പോലും ഛർദ്ദിച്ചില്ല. പിറ്റേ ദിവസം 8 മണി 9 മണി ആയപ്പോൾ ഈ കുഴലിറക്കിയുള്ള ടെസ്റ്റിന് ആളെ കൊണ്ടുപോയി. ആൾ അതവിടെ ബാൻഡ് ചെയ്ത് തിരിച്ചു വന്നു. ആളിപ്പോൾ സുഖമായിട്ട് ഡിസ്ചാർജ് ആയി പോയി. അപ്പോൾ അതായത് ഞാൻ പറയണേ, മാതാവ് ഇപ്പം എന്താ പറയുക, നമ്മൾ ഈ പ്രാർത്ഥിക്കുന്ന എല്ലാത്തിലും, ഇപ്പം സഞ്ചാരി മാതാവായാലും നമുക്ക് എന്ത് ഇതുണ്ടെങ്കിലും ഉടമ്പടി അനുസരിച്ച് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പം മറ്റുള്ളവരുടെ ദുഃഖത്തിലും ഇതിലൊക്കെ പങ്ക് ചേർന്ന് നമ്മൾ അതോടുകൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഉറപ്പായിട്ടും കിട്ടും. അതുപോലെ എൻ്റെ അനീത്തി ഇപ്പോൾ 2 ദിവസം മുന്നേ ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ട്, മാതാവ് ഞാൻ നിൻ്റെ പക്കലേക്ക് വരാണ് ഉടമ്പടി എടുക്കാനായിട്ട്. എൻ്റെ അനീത്തിക്ക് ഇതുപോലെ അവൾ നേഴ്സ് തന്നെയാണ്, കുറേ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് കിട്ടണില്ല.
അപ്പോൾ ഇന്നലെ രാത്രി അവൾ കുവൈറ്റിലത്തെ ഒരു എക്സാം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൾ പാസ്സായി എന്നും പറഞ്ഞിട്ട് ഇപ്പോൾ ഇന്നലെ രാത്രി എനിക്ക് മെസ്സേജ് വന്നു. അവൾ വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ദേ അമ്മേൻ്റെ അടുത്തേക്ക് പോവുകയാണ്, ഞാൻ എന്തായാലും സാക്ഷ്യം പറയും. അവളെന്തായാലും അടുത്ത ആഴ്ച അവളുടെ സൗകര്യപൂർവ്വം വന്നിട്ട് അവൾ ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ത്യാഗപ്രവർത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ സങ്കടങ്ങൾ, അതുപോലെ ഈ ഉടമ്പടിയിൽ നമ്മൾ പറഞ്ഞ പോലെ ഭക്ഷണം, പിന്നെ എന്താ പറയുക കുർബാന, വേറെ ത്യാഗം, അതായത് എന്തെങ്കിലും നമ്മളെ കൊണ്ട് ചെക്ക് ചെയ്യുന്ന ഹെൽപ്പുകൾ, ഉപവാസം ഞാൻ ഉപവാസം എടുക്കുമായിരുന്നു കേട്ടോ. ചൊവ്വാഴ്ച ദിവസങ്ങൾ നമ്മൾ ധ്യാനം കൂടി, ശനിയാഴ്ച ദിവസങ്ങൾ അല്ലെങ്കിൽ ബുധനാഴ്ച ദിവസം ഏതെങ്കിലും ഒരു ദിവസം ഉപവാസം എടുക്കുമായിരുന്നു. എന്നിട്ടാണ് ഡ്യൂട്ടിക്ക് ആയാലും നമ്മൾ ഉപവാസം എടുത്തിട്ട് ഞാൻ പോവാറ്. അപ്പോൾ അമ്മേനെ മുറുകെ പിടിക്കുക. ഈശോ, അമ്മ, എന്താ പറയുക, കുറേ സഹനങ്ങൾ കൂടിയാണ് ഞാൻ കടന്നു പോയിട്ടുണ്ടായിരുന്നത്. അന്നും എല്ലാവർക്കും സൂയിസൈഡ് ചെയ്യാനതിനൊക്കെ എനിക്കും തോന്നി തുടങ്ങിയായിരുന്നു. പക്ഷേ ICUലത്തെ പേഷ്യൻസിനെ കാണുമ്പോൾ നമുക്കത് ചെയ്യാൻ തോന്നില്ല. അപ്പോഴൊക്കെ നമ്മളെ താങ്ങി നിർത്തിയിരുന്നത് ഈ ഈശോയും മാതാവും മാത്രമാണ്. കാരണം എനിക്ക് കുറേ സൈക്കോൾ സപ്പോർട്ട്, എന്താ പറയുക, തമ്പുരാൻ എന്ന് നന്നാക്കി തരും ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സന്തോഷം നമുക്ക് ഉണ്ടാവും എന്ന് മുറുകെ പിടിക്കാനായിട്ട് നമുക്കിത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ മാർച്ച് 9 പോവുകയാണ്. അപ്പം അതിൻ്റെ കൂടെ എൻ്റെ മാതാവിനെയും കൊണ്ട് ഞാൻ പോവും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളുടെ കൂടെ മാതാവ് വരണമെങ്കിൽ നിങ്ങൾ മുറുകെ പിടിക്കുക. അത്രയാണ് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ യേശുവെ നന്ദി, യേശുവെ സ്തോത്രം. കാരണം മാതാവിനെ ഞാൻ എന്തായാലും കൊണ്ടുപോകുമെന്ന് സിസ്റ്റിനോട് ഞാൻ പറയണേ. ഞാൻ മാതാവിനെ എന്തായാലും ഒമാനിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ മാതാവ് എൻ്റെ കൂടെ എന്തായാലും വരും. കാരണം ഇത്രയും നാൾ എൻ്റെ കൂടെ മാതാവ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് സാക്ഷ്യം പറയണേ. കാരണം അത്രയും സഹനങ്ങൾ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പം ഞാൻ ഹാപ്പിയാണ്. കാരണം എനിക്കിപ്പോൾ യാതൊരു എന്താ പറയുക, സഹനങ്ങളൊക്കെ ഇപ്പം എനിക്ക് 4.5 ലക്ഷത്തോളം ഇപ്പം എനിക്ക് ഫീസ് അടയ്ക്കണം പോണേന്. അപ്പം എനിക്കിതുവരെ റെഡി ആയിട്ടില്ല. പക്ഷെ നാളെ അത് റെഡിയാവും. അത് ഈ മാതാവ് തന്നെ എനിക്ക് ശരിയാക്കി തരും. ഈശോയും മാതാവും കൂടിയിട്ട് എനിക്ക് എന്തായാലും ശരിയാക്കി, ഉറച്ച വിശ്വാസത്തിൽ ഞാൻ നിൽക്കണേ. അതെന്തായാലും നാളെ രാവിലെ എനിക്ക് റെഡിയാവും. അപ്പോൾ അതൊക്കെ എന്താ പറയുക, ഒരു പ്രോബ്ലം വരുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ കരയാണ്ട്, ഞാനത് പഠിച്ചു ജീവിതത്തിൽ നിന്ന്, എന്താ പറയുക, അത് എന്തായാലും തരണം ചെയ്യണം എന്തായാലും. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ മാതാവിനെയും കർത്താവിനും നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്കതൊക്കെ ഒരു സഹനം ഒന്നുമല്ല. അപ്പം ഞാൻ ഇപ്പം എന്തായാലും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ യേശുവെ നന്ദി, യേശുവെ സ്തോത്രം. അമ്മേ മാതാവേ, ഞാൻ ഒരു കാര്യം അച്ഛൻ പറയാറുള്ളത്, പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷിയാക്കണമേ. എൻ്റെ ഒരു നിയോഗം ഞാൻ അതന്നെ എഴുതിയിട്ടേക്കണത്. എൻ്റെ ഫാമിലി അടക്കം ദൈവത്തിനെ മഹത്വീകരിക്കാനായിട്ട് ഒരു നിയോഗമാണ് ഞാൻ എഴുതിയിട്ടേക്കണത്. അപ്പം എല്ലാവരും ദൈവത്തിൻ്റെ സാക്ഷികളാവുക. പിന്നെ അമ്മയുടെ വചനം, അമ്മയുടെ ഉടമ്പടി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലായിടത്തും പ്രചരിക്കുക. ഇങ്ങനെ സഹതപിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അനുദപിക്കാൻ വേണ്ടി പാപങ്ങൾ ചെയ്യണവർ ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ചെറുപ്പക്കാരൊക്കെ ഒരുപാട് മരിച്ചു പോകുന്നുണ്ട്. ഞങ്ങളുടെ അവിടെ തന്നെ ഇപ്പോൾ സൂചിച്ചിട്ട്, അപ്പോൾ അതൊക്കെ ക്രിസ്ത്യൻസും ഇപ്പോൾ ഹിന്ദുസും ഒന്നുമില്ല. പക്ഷെ അവരൊക്കെ ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, തീരാവുന്ന ദുഃഖങ്ങളുള്ളൂ. പക്ഷെ ആരും ചിന്തിക്കില്ല. അപ്പോൾ എല്ലാവരും എന്താ പറയുക, തമ്പുരാൻ്റെ അടുക്കിലേക്ക് വരാനായിട്ട് ഒരുപാട് പ്രാർത്ഥിക്കാം. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം. യേശുവെ അമ്മേ മാതാവേ ഒരുപാട് നന്ദി. കാരണം എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യമായിരുന്നു ഈ ഒമാനിലേക്ക്. ഞാൻ 8 വർഷമായിട്ട് ജൂബിലിയിൽ വർക്ക് ചെയ്യുന്നു. 3.5 വർഷമായിട്ട് ഡൽഹിയിൽ വർക്ക് ചെയ്യായിരുന്നു. ഇത്രയും നാളിൻ്റെ ഉള്ളിൽ എനിക്ക് കുറേ ഞാൻ എക്സാം എഴുതിയിട്ടുണ്ട്. ദുബായിലത്തെ എക്സാം എഴുതിയിട്ടുണ്ട്, പിന്നെ ഷാർജയിലത്തെ എക്സാം എഴുതിയിട്ടുണ്ട്. ഇതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം, അത് ഓൺലൈനിലായിരുന്നു, എന്നാലും മാതാവിനെ അറിഞ്ഞതിന് ശേഷം എനിക്കത് പാസ്സാവാൻ പറ്റി. എൻ്റെ തടസ്സങ്ങൾ മാറി. ഞാൻ ഇന്ന് വന്ന് ഉടമ്പടി എടുത്തു. അപ്പോൾ ഞാൻ എന്തായാലും മാർച്ച് 9 കൊണ്ടുപോകും. മാതാവിനെയും കൊണ്ട് ഞാൻ ഒമാനിലേക്ക് പോകുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നെക്കൊണ്ട് പറ്റണത് ഞാൻ അവിടെ എന്താ പറയുക, മാതാവിനെ പറ്റി, മീശോനെ പറ്റി ഞാൻ എന്തായാലും അവിടെ പറഞ്ഞ്, എന്താ പറയുക, എല്ലാവരോടും പറഞ്ഞ് ഞാൻ എന്തായാലും എന്താ പറയുക, ദൈവത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ എല്ലാവരും നോക്കും. അപ്പോൾ ഒരുപാട് നന്ദി, ഒരുപാട് സ്വസ്ത്രം. യേശുവേ നന്ദി, യേശുവേ സ്വസ്ത്രം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 40-ാം അധ്യായത്തിൽ 10-ാം തിരുവചനം അരുളി ചെയ്യുന്നു, ഇതാ നിങ്ങളുടെ ദൈവം, ഇതാ ദൈവമായ കർത്താവ് ശക്തിയോടെ വരുന്നു. അവിടുന്ന് കരബലത്താൽ ഭരണം നടത്തുന്നു. സമ്മാനം അവിടുത്തെ കയ്യിലുണ്ട്, പ്രതിഫലവും അവിടുത്തെ മുൻപിലുണ്ട്. റിനി റപ്പായി എന്ന മകള് ഇവിടെ ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യം മാതാവിനെയും കൊണ്ട് പോകുമെന്നാണ്. അതായത് നാം കേട്ട തിരുവചനം പോലെ പ്രതിഫലവും സമ്മാനവുമെല്ലാം അവിടുത്തെ കരങ്ങളിലാണ്.
അതിനോട് ചേർന്ന് വായിക്കാവുന്ന ഒരു തിരുവചനമാണ് പത്രോസ് ശ്ലീഹായുടെ 1-ാം ലേഖനം 5-ന്റെ 6-ാം തിരുവചനം. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. തൻ്റെ ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥകളിൽ ആത്മഹത്യ ചെയ്താലോ എന്ന് പോലും ചിന്തിച്ച ദിവസങ്ങൾ, ഒരു വിജയവുമില്ല ജീവിതത്തിൽ, എങ്ങുമെങ്ങും എത്താത്ത അവസ്ഥകൾ, ഇതൊക്കെ റിനി തന്നെ ഇവിടെ പങ്കുവെച്ച് നാം കേൾക്കുകയാണ്. അങ്ങനെ തൻ്റെ കുറച്ച് നാളത്തെ എക്സ്പീരിയൻസൊക്കെ തനിക്കുണ്ട്. പക്ഷേ ഒരു ജോലിയൊന്നും സ്ഥിരമായിട്ടോ അല്ലെങ്കിൽ കുറച്ച് നല്ല സാലറിയിലോ ഒന്നും തനിക്ക് ജോലിയില്ല. ഈ ഒരവസ്ഥയിലാണ് ഈ മകള് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നതും ഒമാൻ MOH, അത് മിനിസ്ട്രിയിൽ കിട്ടുന്ന ജോബാണ്. ആ പരീക്ഷ എഴുതുന്നുണ്ട്. ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് 2 പ്രാവശ്യം എഴുതി. 2 പ്രാവശ്യവും ഈ മകൾ ഫെയിലായി. ഉടമ്പടി എടുത്തതിന് ശേഷം 1 പ്രാവശ്യം എഴുതി, അപ്പോഴും ഫെയിലായി. അപ്പോൾ ഉടമ്പടി എടുത്തത് കൊണ്ട് എന്താണ് പ്രയോജനം എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അതായത് ഉടമ്പടി എടുത്തത് കൊണ്ട് പ്രശ്നങ്ങൾ കൂടുകയേ ഉള്ളൂ, കുറയുകയില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ നാം മനസ്സിലാക്കുന്നത്. അങ്ങനെ തൻ്റെ ഉടമ്പടി ജീവിതത്തെയാണ് പിന്നീട് ഈ മകളെ വിശകലനം ചെയ്യുന്നത്. താനൊരു നേഴ്സ്, തൻ്റെ പ്രൊഫഷന് ഒരു ഡ്യൂട്ടി ഓറിയൻറ്റഡ് ആയിരുന്നെങ്കിൽ പിന്നീട് അതെങ്ങനെ കർത്താവിനെ, ആ രോഗികളുടെ കണ്ണുകളിൽ കർത്താവിനെ കണ്ടുകൊണ്ട് അവരെ ശുശ്രൂഷിക്കുവാൻ, താൻ വെളുപ്പിനെ 3 മുതൽ 4 വരെയൊക്കെയുള്ള സമയത്ത് ഒരു പേഷ്യൻറ്റിൻ്റെ വേദന മൊത്തം കേട്ടു എന്നാണ് പറയുക. അപ്പോഴിങ്ങനെ താൻ ശുശ്രൂഷിക്കുന്നത് വെറും രോഗികളല്ല. ഞാൻ രോഗിയായിരുന്നു, ഞാൻ നഗ്നനായിരുന്നു, ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, ഇത് പറയുന്ന കർത്താവിനെയാണെന്ന് റിനിക്ക് വ്യക്തമാവുകയാണ്. റിനിയുടെ ജീവിതം അങ്ങനെ മാറുന്നു. അങ്ങനെ ചിന്തയിലും പ്രവൃത്തിയിലും വാക്കിലും എല്ലാം കർത്താവിനെ കൂട്ടുപിടിക്കുമ്പോഴാണ് ജീവിതത്തിന് മാറ്റം വരുന്നത്. അങ്ങനെ 3 പ്രാവശ്യവും എക്സാം ഫെയിലായി. അത് എത്ര മാർക്കിനെന്നൊക്കെ ഈ മകളിവിടെ പറയുന്നുണ്ട്. ഇനി ഒരു ചാൻസ് പോലും ഇല്ല എക്സാം എഴുതാൻ. പക്ഷേ അമ്മയെ വിടാതെ പിടിച്ചു എന്നും അമ്മയോട് തൻ്റെ ജീവിതത്തിന് വഴി കാട്ടണമേ എന്ന് പ്രാർത്ഥിച്ചു. മിനിസ്ട്രിയിൽ നിന്ന് തന്നെ ഈ മകൾക്ക് പിന്നീട് അതിനുള്ള ഓർഡർ കിട്ടുന്നു, തനിക്ക് എക്സാം എഴുതാമെന്ന്. അങ്ങനെ അത് അങ്ങനെ സാധാരണ കിട്ടുന്നതല്ല, പക്ഷേ തനിക്കത് ലഭിച്ചു. ആണോ? തനിക്കത് ലഭിച്ചു. അങ്ങനെ ഇവിടെ വീണ്ടും പരീക്ഷ എഴുതി. തനിക്ക് കിട്ടേണ്ട മാർക്കിൽ നിന്ന് എത്രയോ അധിക വിളവാണ് തനിക്ക് ലഭിച്ചത്. അത് തനിക്ക് ലഭിക്കാൻ കാരണം തൻ്റെ തന്നെ ചില തീരുമാനങ്ങളിലൊക്കെ മാറ്റം വരുത്തുക, പുതിയ തീരുമാനങ്ങളെടുക്കുക, പുത്തൻ ചിന്തകൾ കൊണ്ട് നിറയുക. ഇതൊക്കെ ഈ മകൾ ചെയ്തപ്പോഴാണ് ഈ മകളുടെ ജീവിതത്തിൽ നാം കേട്ട തിരുവചനം പോലെ സമ്മാനവും പ്രതിഫലവുമായിട്ട് കർത്താവ് കടന്നു വരുന്നത്. അങ്ങനെ തനിക്ക് സന്തോഷമാണ്. ഇപ്പോൾ തൻ്റെ എല്ലാ കാര്യങ്ങളും ക്ലിയറായി. എന്നാൽ അവസാനം പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട്. നാളെ 4.5 ലക്ഷം രൂപ വേണം. ഇതുവരെയും റെഡിയായിട്ടില്ല. പക്ഷേ എനിക്ക് കുഴപ്പമില്ല, എനിക്കതെൻ്റെ അമ്മ തരും. ഇതാണ് നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം കർത്താവിനെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് എന്ന് ഇപ്പോൾ പത്രോസ് ശ്ലീഹായുടെ 1-ാം ലേഖനം 5-ന്റെ 6 നാം ഇപ്പോൾ കേട്ട തിരുവചനം അതാണ്. അപ്പോൾ എല്ലാറ്റിനും ദൈവത്തിൻ്റെ അടുത്ത് പരിഹാരമുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ മകൾ ഇവിടെ പങ്കുവയ്ക്കുന്നത്. അങ്ങനെ തനിക്ക് ഏറ്റവും സന്തോഷകരമായ രീതിയിൽ തൻ്റെ ജീവിതത്തെ വഴി നടത്തിയ ദൈവിക ശക്തിക്ക് തന്നെ അടിയറ വെച്ചുകൊണ്ട് ഇന്നിവിടെ വന്ന് തീർത്ഥാടക ഉടമ്പടി എടുത്ത് ഇനി ഈശോയും അമ്മയും ആയിട്ടുള്ള ഒരു യാത്ര താൻ തുടങ്ങുകയാണ്, തുടർന്നുകൊണ്ടിരിക്കുന്നു. അതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ അമ്മയെ നോക്കിക്കോളാം, ഞാൻ കൊണ്ടുപോകുന്നു എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായും അത് ആത്മാർത്ഥതയുടെ ദൈവസ്നേഹത്തിൻ്റെ പ്രതിഫലനം തന്നെയാണ്. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.